അതെ, അർഹതപ്പെട്ട രീതിയിലുള്ള വിധി തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന് നല്ല രീതിയിൽ വെല്ലുവിളി ഉയർത്തിയൊരു കേസാണ്. അതിൽ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള അന്വേഷണം നമ്മൾ നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതെ, അത് ആദ്യം നമുക്ക് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഡിജിറ്റലും അതുപോലെ തന്നെ സൈബറുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് ലഭിച്ച് അതിൻ്റെ തുടർച്ചയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റം സമ്മതിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം വെളിവായത്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊടുത്തതും അതുപോലെ തന്നെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ, മരിക്കുന്ന തൊട്ട് മുമ്പ് അയാളുടെ അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതൊരു ഡയറി ഡിക്ലറേഷൻ തന്നെയാണ്. അതും ഇതിൽ നിർണായകമായിരിക്കും. സ്വകാര്യ വ്യക്തിയോട് പറഞ്ഞ അതെ, അത് മരണത്തിന് തൊട്ട് മുമ്പായതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ കേസിൽ നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. അപ്പോൾ അങ്ങനൊരു ന്യൂനത ആ കേസിലുണ്ട്. മറ്റൊന്ന്, ആദ്യഘട്ടത്തിൽ ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല, മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്നാണ്, സംശയിച്ചിരുന്നില്ല. പിന്നീട് ആ കാര്യം പിതാവിനോട് പറയുകയും പിതാവിൻ്റെ മൊഴി ഈ കേസിലൊരു നിർണായകമായ കാര്യമാണ്. അതായത് ഗുരുതരാവസ്ഥയിൽ ഏതാണ്ട് 11 ദിവസത്തോളം ആശുപത്രിയിൽ 3 ആശുപത്രികളിലായി ചികിത്സയിൽ ഈ യുവാവ് കഴിഞ്ഞു. അതിനുശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പോൾ പിതാവിനോട് ഏറ്റവും ഒടുവിൽ മരിക്കുന്നതിന് 44 മണിക്കൂർ മുൻപ് സ്വന്തം പിതാവിനോട് ICUവിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ICUവിൽ കയറിയും ദേഹമൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി പിതാവ് പോകുമായിരുന്നു. പിതാവിനോട് നടന്ന അവൾ തന്നെ ചതിച്ചു, തനിക്ക് പണി തന്നു, അങ്ങനെ തന്നെ കുടുക്കിയതാണ്, തന്നെ വഞ്ചിച്ചതാണ് എന്നടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഷാരോൺ പങ്കുവച്ചിരുന്നു. അത് ഈ കേസിലൊരു പ്രധാനപ്പെട്ട തെളിവാണ്. അത് ഈ തെളിവുകളുടെ ക്രമം പരിശോധിച്ചാൽ ഇതിൽ സാഹചര്യ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരിട്ട് ദൃക്സാക്ഷികളില്ല. ആദ്യഘട്ടത്തിൽ ഷാരോൺ സംശയിച്ചിരുന്നില്ല, ആ ചതി മനസ്സിലാക്കിയിരുന്നില്ല എന്നതുകൊണ്ട് സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഈ മാരകമായ കളനാശിനി ആണ് കഷായത്തിൽ കലർത്തി അവ നൽകിയത്, അത് സംബന്ധിച്ച് വെബ് സെർച്ച് കൃത്യമായി നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു, എന്താണ് ഇത് സംഭവിക്കുക എന്നതടക്കം ഇത് നൽകുന്നതിന് തൊട്ട് മുൻപ് പഠിച്ചിരുന്നു. അത് സംബന്ധിച്ച സൈബർ എക്സ്പേർട്സ് റിപ്പോർട്ട് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഡിജിറ്റൽ രേഖകൾ. മറ്റൊന്ന്, റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളുണ്ട്. ആദ്യം ജ്യൂസ് ചലഞ്ചാണ്, പാരാസെറ്റമോൾ കലർത്ത് നൽകുന്നു, അത് കുടിച്ചില്ല, അത് കയ്പാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. പിന്നീട് വളരെ സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ എത്ര കയ്പുള്ളത് തന്നാലും കുടിക്കുമല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് മാരകമായി കളനാശിനി കലർത്തിയ കഷായം കൊടുക്കുന്നത്. അത് കഴിച്ചതിന് തൊട്ട് പിന്നീട് ആദ്യം സ്നേഹസല്ലാപമൊക്കെ നടത്തിയതിനു ശേഷമാണ് നൽകുന്നത്. പിന്നീട് സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറിയാണ് വീട്ടിലേക്ക് ഷാരോൺ പോകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഷാരോൺ ഛർദ്ദിച്ച് തുടങ്ങിയിരുന്നു എന്നത് കാരണം ആ സുഹൃത്തിന്റെ മൊഴി വളരെ പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഷാരോൺ ഛർദ്ദിച്ചു തുടങ്ങിയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ സ്നേഹം നടിച്ച് വിഷം കൊടുത്തു കൊന്ന സമാനതകളില്ലാത്തൊരു കൊലപാതകത്തിൻ്റെ ശിക്ഷാവിധി അല്ലെങ്കിൽ വിധി പ്രസ്താവം കുറ്റക്കാരിയാണോ അല്ലേ എന്ന കാര്യത്തിലുള്ള വിധി പ്രസ്താവം അല്പസമയത്തിനകം വരാൻ പോകുന്നു.